ഒന്നായി ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ റീൽസ് സാന്തോ മിഷൻ ക്വിസ് ടീമിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ 13 രൂപതകളിലൂടെ സഞ്ചരിക്കുന്ന സീറോ മലബാർ സഭയുടെ പ്രേഷിത മുന്നണിയായ MSTയുടെ പ്രേഷിത വാഹിനി ഇന്ന് വന്നെത്തി നിൽക്കുന്നത് താമരശ്ശേരി രൂപതയിലെ താമരശ്ശേരി ഫൊറോനയിലെ മേരി മാതാ കത്തീഡ്രൽ ഇടവകയിലാണ്. താമരശ്ശേരിയിലെ കത്തോലിക്ക വിശ്വാസികളുടെ സാന്നിധ്യം ആരംഭിക്കുന്നത് 1960കളിലാണ്. കത്തീഡ്രൽ പള്ളിയുടെ ചരിത്രവും അതോടൊപ്പം തന്നെ ആരംഭിക്കുന്നു. ഈ ദൈവാലയത്തിന്റെ ഭാഗഭാക്കുകളായ വിശ്വാസികളാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവരുടെ മുന്നിലേക്കാണ് നമ്മുടെ പ്രേഷിത വാഹിനി ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഈ വിശ്വാസികള് നമ്മുടെ ഇന്നത്തെ പാർട്ടിസിപ്പൻസിന് വേണ്ടി ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയായിരിക്കും. ആരായിരിക്കും നമ്മുടെ പാർട്ടിസിപ്പൻസ് എന്ന് അറിയാനായിട്ട് അവർക്ക് ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? അവർക്ക് ആകാംക്ഷയുണ്ട്. അതുപോലെ ഞങ്ങളും അതേപോലെ തന്നെ എക്സൈറ്റഡ് ആണ്. നമുക്ക് ആ പാർട്ടിസിപ്പൻസിനെ വിളിച്ചാലോ? അതെ, ഏറ്റവും സ്നേഹത്തോടെ നല്ല കയ്യടിയോട് കൂടി തന്നെ ഇന്നത്തെ 4 പാർട്ടിസിപ്പൻസിനെ നമ്മുടെ MSTയുടെ പ്രേഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ കുട്ടി മിഷണറിമാരാണ് ക്വിസ് ടൈൽമെന്റിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് അവരുടെ പേരും ഇടവകയുടെ പേരും ചോദിച്ചൊന്ന് പരിചയപ്പെട്ടാലോ? ഇവിടം തുടങ്ങാം. പേരും ഇടവകയും പറഞ്ഞ് ഓഡിയൻസിനെ പരിചയപ്പെടുത്തിക്കോളും. എൻ്റെ പേര് ഡിറ്റോ ഡോൺ ഫ്രാൻസിസ്. എൻ്റെ ഇടവക സെൻറ് മേരീസ് ചർച്ച് ചിപ്പിലിത്തോട്. എൻ്റെ പേര് വിൻസെൻറ്റ് ജോർജ് മാത്യു. എൻ്റെ ഇടവക സെൻറ് വിൻസെൻറ്റ് ചർച്ച് ഈങ്ങാപ്പുഴ. എൻ്റെ പേര് അലൻഡ മാത്യു. എൻ്റെ ഇടവക കട്ടിപ്പാറ. എൻ്റെ പേര് അലീന ട്രീസ ജോർജ്. എൻ്റെ ഇടവക തലയാട്. 4 പേരും അവരുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അവരുടെ എനർജി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായി. ഞങ്ങൾക്കും ഓഡിയൻസിനും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നല്ല എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് നമുക്കിന്നുള്ളത്. പക്ഷേ ആദ്യം ഒരാൾക്ക് മാത്രമേ നമ്മുടെ പ്രേഷിത വാഹനിൽ ഒരു സമയം കയറാൻ പറ്റൂ. ആർക്ക് കയറണം? ആദ്യം ആർക്ക് കയറണം? പക്ഷെ ആർക്ക് കയറണം എന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു നമ്മുടെ റൂൾസ് ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാമായിരിക്കും. അതെ, നമ്മുടെ ക്വിസ് ടൈമിന്റെ റൂൾസ് നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. 4 റൗണ്ടുകളാണ് ക്വിസ് ടൈൽമെന്റിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജെറുസലേം റൗണ്ട്, തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള അഡ്ജൻഡസ് റൗണ്ട്, വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ട്, വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടുകളിൽ ഏത് ഓർഡർ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ജെറുസലേം ആണ് ആദ്യം ഇഷ്ടമെങ്കിൽ ജെറുസലേം, മാർഗം, അഡ്ജൻഡസ്, അല്ലെങ്കിൽ അഡ്ജൻഡസ് ആണ് ആദ്യം ഇഷ്ടമെങ്കിൽ അഡ്ജൻഡസ്, മാർഗം, ജെറിക്കോ, അങ്ങനെ ഏത് ഓർഡർ വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 4 റൗണ്ടുകളിലായി 6 ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ച ഒരു 7ാമത്തെ ചോദ്യം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഈ 7 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന വിജയിക്കായിരിക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമൻറ്റോയും ഗിഫ്റ്റ് ബാഗും ലഭിക്കുക. നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ പാർട്ടിസിപ്പൻസ് എനർജറ്റിക് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസും ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ നമുക്ക്? ശരിയാണ്, അവരെയും വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഓഡിയൻസിന് വേണ്ടി 2 ചോദ്യങ്ങൾ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന സമ്മാനങ്ങളും നിങ്ങൾക്കും കൊണ്ടുപോകാനുള്ള ഒരു ബെസ്റ്റ് ചാൻസ് ആണ് ഇന്നിവിടെ. ഒത്തിരി പേർക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായിട്ടുണ്ട്. സമ്മാനങ്ങൾ കൊണ്ടുപോകാൻ തന്നെയല്ലേ വന്നേക്കുന്നേ? അതേന്ന് പറയണേ, എനിക്കിഷ്ടമായി നിങ്ങളേറ്റോ. ഓഡിയൻസ് എല്ലാവരും റെഡിയാണ്, നമ്മുടെ പാർട്ടിസിപ്പൻസും റെഡിയാണ്. പക്ഷേ ആരെ കയറ്റും ആദ്യം?
നമുക്കൊരു ഗെയിം കൊടുക്കാം. അല്ലാതെ ഒരാളെ നമ്മൾ കയറ്റി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ? ഇല്ലേ? പക്ഷെ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഓഡിയൻസിന് ബുദ്ധിമുട്ടല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ഗെയിമാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്? എൻ്റെ കയ്യിലൊരു വെറൈറ്റി ഗെയിം ഉണ്ട്. അവരെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. എന്താണത്? ഗെയിം എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷമായിട്ടുണ്ട്. ബലൂൺ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഗെയിം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ 4 പേരുടെയും കയ്യിൽ 4 ബലൂൺ തരും. ബലൂൺ താഴെ വീഴാതെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? മുകളിൽ തന്നെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാവുന്ന രീതിയിൽ ഊതി കൊടുത്തുകൊണ്ടിരിക്കണം. താഴെ വീഴരുത്. ആരുടെ ബലൂണാണോ കൂടുതൽ നേരം എയറിൽ നിൽക്കുന്നത് അയാളായിരിക്കും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാനായിട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? സംശയമൊന്നുമില്ലല്ലോ? എന്നാൽ ബലൂൺ അങ്ങ് മേടിച്ചോ. റെഡിയല്ലേ? ബലൂൺ ആദ്യം ഒരു പ്രാവശ്യം മേളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് തൊടാൻ പാടില്ല. കൈ പുറകെ കെട്ടണം. മനസ്സിലായോ? നിങ്ങൾ ഓഡിയൻസ് എല്ലാവരും ശ്രദ്ധിക്കണം. ഇവർ കള്ളക്കളി എങ്ങാനും കളിക്കുന്നുണ്ടോ? കളിക്കുന്നില്ല, എന്നാലും നമ്മൾ ഓഡിയൻസ് ശ്രദ്ധിക്കണം കേട്ടോ. റെഡിയല്ലേ? തുടങ്ങല്ലേ? സോ യുവർ ഗെയിം സ്റ്റാർട്ട്സ് നൗ. കൈയടിക്കും. വിൻസെന്റ് ജയിച്ചു. വിൻസെന്റ് ആത്മാർത്ഥത കണ്ടോ? അവൻ കുറേ നേരം ബലൂൺ ഇട്ട് ഊതിക്കൊടുത്തോണ്ടിരുന്നു. അവസാനം വരെ നമ്മുടെ വിൻസെന്റ് ആണ് നിന്നത്. അപ്പൊ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ ആരാ കയറാൻ പോകുന്നേ? വിൻസെന്റ്. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് കേട്ടോ. അപ്പൊ പ്രേക്ഷിത വാഹിനിയിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നത് വിൻസെന്റ് ആണ്. നല്ലൊരു കൈയ്യടി നമുക്ക് വിൻസെന്റിന് കൊടുക്കാം. ബാക്കി 3 പാർട്ടിസിപ്പൻസും വിഷമിക്കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് സീറ്റിലേക്ക് മടങ്ങാം. ഈ ബലൂണ് നമുക്ക് അവർക്ക് കൊടുത്തേക്കാല്ലേ? എന്തായാലും ഇത്രയും മനോഹരമായിട്ട് ഞങ്ങളുടെ ഗെയിം കളിച്ചല്ലേ. ഇപ്പോൾ ബലൂണുമായിട്ട് നിങ്ങൾക്ക് സീറ്റിലേക്ക് മടങ്ങാം. വിൻസെന്റ് ജോർജ് മാത്യു അല്ലേ? അപ്പോൾ വിൻസെന്റിനെ പറ്റി ഒന്ന് കൂടുതൽ അറിയാനായിട്ട് നമുക്കൊരു പ്രൊഫൈൽ കണ്ടാലോ? നമുക്ക് വളരെ നല്ലൊരു പ്രൊഫൈൽ വിൻസെന്റിന്റെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊഫൈൽ കാണാം. എൻ്റെ പേര് വിൻസെന്റ്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഇടവകപ്പള്ളിയിലോട്ടുള്ള ഏറ്റവും ഷോർട്ട് വേയിലൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇടവകപ്പള്ളിയുടെ പേര് സെൻറ്റ് വിൻസെന്റ് ചർച്ച് ഈങ്ങാപ്പുഴ. അതിനോടൊപ്പം തന്നെ ചേർന്നിരിക്കുന്ന ഒരു ധ്യാന കേന്ദ്രം കൂടിയുണ്ട്, ജൂബിലി റീട്രീറ്റ് സെന്റർ ഈങ്ങാപ്പുഴ. അവിടുത്തെ ചാപ്പലിൽ മിക്ക വൈകുന്നേരങ്ങളിലും ഞാനും എൻ്റെ അമ്മയും പോയി ജപമാലകളും മറ്റു പ്രാർത്ഥനകളും ചൊല്ലാറുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട ഹോബിയും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റിയും ഒക്കെ ഈ ബാഡ്മിൻ്റൺ ആണ്. ചില സമയത്ത് വൈദികരുടെ കൂടെയും ചേട്ടായിമാരുടെ കൂടെയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛന്മാരുടെ കൂടെ കളിക്കുന്നത് മാത്രമല്ല, അതിനുപരി ഇവരെപ്പോഴും പറഞ്ഞു തരും എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം. വിൻസെന്റിന്റെ പ്രൊഫൈല് നമ്മൾ കണ്ടു. എന്ത് മിടുക്കനാലേ വിൻസെന്റ്. ബാഡ്മിന്റൺ പ്ലെയർ ഒക്കെ ആണല്ലേ? അതെ. കുറേ നാളായോ ബാഡ്മിന്റൺ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു? കുറച്ച് നാളായുള്ളൂ അല്ലേ? നമുക്ക് പ്രൊഫൈല് കണ്ടപ്പോൾ തന്നെ ഏകദേശം നമുക്ക് വിൻസെന്റിനെ കുറിച്ച് മനസ്സിലായി. പക്ഷെ ഇത്രയും അറിഞ്ഞാൽ പോരാ, കുറച്ചും കൂടി നമുക്ക് പരിചയപ്പെടണം. പക്ഷെ അതിനു മുൻപ് നമുക്ക് നമ്മുടെ ക്വിസ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷിത വാഹിനിലോട്ട് കയറിക്കോളൂ. നാല് റൗണ്ടുകളാണുള്ളത്. അങ്ങനെ റൂൾസ് എല്ലാം അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ 4 റൗണ്ടിൽ ഏത് റൗണ്ടായിരിക്കും വിൻസെന്റ് ആദ്യം ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? മാർഗം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെയായിരിക്കും സ്ക്രീനിൽ കാണിക്കുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, വാഴ്ത്തപ്പെട്ട റാണി മരിയ. ആരെയാണ് വിൻസെന്റ് ചൂസ് ചെയ്യുന്നത്? വാഴ്ത്തപ്പെട്ട റാണി മരിയ. വാഴ്ത്തപ്പെട്ട റാണി മരിയ. നമുക്ക് ചോദ്യം നോക്കിയാലോ? നോക്കാം. റാണി മരിയയുടെ വിളിപ്പേര്. വാഴ്ത്തപ്പെട്ട റാണി മരിയയെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? കുഞ്ഞുമേരി. കുഞ്ഞുമേരി എന്നാണോ? അല്ലേ? ഉറപ്പാണോ? മേരിക്കുഞ്ഞ്. മേരിക്കുഞ്ഞാണ്. അത് ഉറപ്പിക്കാം.
എന്നാ ആൻസർ ചെക്ക് ചെയ്താലോ? ആ. മേരിക്കുഞ്ഞ് ഉത്തരം ശരിയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. ജസ്റ്റ് മിസ്സല്ലേ, ഒന്ന് പേര് മാറ്റി പറഞ്ഞപ്പോൾ തന്നെ ആൻസർ കറക്റ്റായി. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ആദ്യത്തെ ചോദ്യം വിൻസെൻ്റ് അങ്ങനെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം വേണ്ടേ? ആ സമ്മാനം നമുക്ക് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ സമ്മാനം മേടിച്ചിട്ടാണ് വിൻസെൻ്റ് നിൽക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ അഭിമാനം തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോവാം. 3 റൗണ്ടാണ് അവശേഷിക്കുന്നത്. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിൽ വിൻസെന്റിനെ കാത്തു നിൽക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനുമായിരിക്കും ഈ റൗണ്ടിൽ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ചോദ്യം കണ്ടാലോ? യെസ്. ആദിമ കേരള സഭയുടെ ആരാധനാ ഭാഷ എന്തായിരുന്നു? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. മലയാളം, കൽദായ സുറിയാനി, തമിഴ്, സംസ്കൃതം. കൽദായ സുറിയാനി. കൽദായ സുറിയാനി ഉറപ്പാണ്? ഉറപ്പാണ്. എന്ന് നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആ. ആൻസർ ചെക്ക് ചെയ്യാം. കൺഗ്രാജുലേഷൻസ്, ഉത്തരം ശരിയാണ്. പക്ഷേ ഈ റൗണ്ടിൽ ഇനി ഒരു ഡയറക്റ്റ് ചോദ്യം കൂടെ ബാക്കിയുണ്ട്. നമുക്ക് ആ ചോദ്യം കൂടെ നോക്കാം. യെസ്. മാർ തോമസ് ലീഹ നിയമിച്ചാക്കിയിരുന്ന മെത്രാന്മാരുടെ പരമ്പര അവസാനിച്ചത് എന്ന്? മാർ തോമസ് ലീഹ നിയമിച്ചാക്കിയിരുന്ന മെത്രാന്മാരുടെ പരമ്പര അവസാനിച്ചത് എന്ന്? 3-ാം നൂറ്റാണ്ടോടുകൂടി. 3-ാം നൂറ്റാണ്ടോടുകൂടി. ഓഡിയൻസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഉത്തരം ശരിയായിരിക്കുമോ? ചിലരൊക്കെ തലയാട്ടുന്നുണ്ട്, കുറേ പേരൊന്നും ആട്ടുന്നില്ല. വിൻസെൻ്റ്, എന്താണ്, ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. വിൻസെൻ്റ് കോൺഫിഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ നോക്കാം. 3-ാം നൂറ്റാണ്ടോടുകൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിൻസെൻ്റ് ചോദ്യം ചോദിക്കുമ്പോഴേക്കും നമുക്ക് ആൻസർ അങ്ങ് തരാണത്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. വീണ്ടും സമ്മാനവും നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. നമ്മുടെ ഓഡിയൻസേ നന്നായിട്ട് കൈയടിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടിസിപ്പൻസിനൊക്കെ കുറേ അധികം ചിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മാനം വേണ്ടേ? ചിയർ ചെയ്യുന്നതിനല്ല പക്ഷേ സമ്മാനം ഞങ്ങളൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ആരാണോ എന്ന് പറയുന്നത് അവർക്കായിരിക്കും സമ്മാനം. ചോദ്യം ചോദിക്കട്ടെ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് കത്തീഡ്രൽ പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് എന്ന്? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് കത്തീഡ്രൽ പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് എന്ന്? എളുപ്പമുള്ള ചോദ്യമല്ലേ? ഉത്തരം വരും. നോക്കിക്കോ, അവർ ആലോചിക്കുകയാണ്. നമ്മുടെ മേരി മാതാ കത്തീഡ്രൽ പള്ളിക്ക് ശിലാസ്ഥാപനം മാർ തൂങ്കുഴി പിതാവ്, മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് എന്നാണ് നടത്തിയെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശ്രദ്ധിച്ചോ, നമ്മൾ ചോദ്യം ചോദിച്ച പിന്നെ ആരും അനങ്ങിയിട്ടില്ല. അനങ്ങാതിരുന്ന് ആലോചിക്കുകയാണ് എല്ലാവരും. അവിടെ ഒരു അനക്കം വന്നിട്ടുണ്ട്. ആൻസർ അറിയോ? കിട്ടിയോ? മുന്നോട്ട് വരാമോ? പോരെ, തെറ്റിയാലൊന്നും ഒരു പ്രശ്നവുമില്ല. പോരെ, ധൈര്യമായിട്ട് പോരെ. നല്ലൊരു കയ്യടി കൊടുത്തേ. 1984. ശരിയാണോ? ആണെന്ന് പറയാൻ ചിലരൊക്കെ തലയാട്ടുന്നുണ്ട്. വേറെ ഏതെങ്കിലും ആൻസർ ഉറപ്പാണോ? 86 84? ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ക്ലൂ വേണോ? രൂപതാ സ്ഥാപനത്തിന്റെ 10ാമത്തെ വാർഷിക ദിനമായിരുന്നു. 96. ആ, 1996. മാസവും ദിവസവും നമുക്ക് നോക്കാം. കറക്റ്റ് അറിയാമോ? ഏപ്രിൽ ആണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആൻസർ മൊത്തം പറഞ്ഞാലേ നമ്മൾ ശരിയാണോ തെറ്റാണോ പറയാൻ പാടുള്ളൂ. ഏപ്രിലാന്ന് തോന്നുന്നു. ഏപ്രിലാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ആൻസർ നോക്കിയാലോ? രൂപതാ സ്ഥാപനത്തിന്റെ 10ാം വാർഷിക ദിനം 1996 ജൂലൈ 3. വർഷം കറക്റ്റാണ്. കൈയടിക്ക്, അത്രയും കറക്റ്റായിട്ട് പറഞ്ഞില്ലേ നമ്മുടെ ചേച്ചി. നമുക്ക്
മാസവും ദിവസവും ചെറുതായിട്ടും തെറ്റിപ്പോയി. സാരമില്ല, നമ്മുടെ വർഷം കറക്റ്റായിട്ട് പറഞ്ഞു. അതിന് നമുക്ക് ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കാം. വിൻസെന്റേ, എന്തോ ഈ ഓഡിയൻസ് റൗണ്ടിൽ സമ്മാനം മേടിച്ചിട്ടുണ്ടോ? ഇതാരാ? എൻ്റെ അമ്മ. കണ്ടോ, എൻ്റെ അമ്മാന്ന്. അപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വന്നേക്കണം. ഇനി വേറെ ആരെങ്കിലും വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടോ? അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയും ചേട്ടനും ആ, അമ്മേനെ മാത്രമല്ല, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെയും ചേച്ചീനും ഒക്കെ സമ്മാനം മേടിച്ചു കൊണ്ട് പോകാൻ വേണ്ടി വിൻസെന്റ് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ അവരെല്ലാം പ്രതീക്ഷിക്കാം സമ്മാനം കൊണ്ടുപോകാൻ വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഇനി 2 റൗണ്ടാണ് അവശേഷിക്കുന്നത്. ഏത് റൗണ്ടാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യുന്നത്? ജെറിക്കോ. വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ടാണ് വിൻസെന്റ് അടുത്തതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ആ വീഡിയോ വീക്ഷിക്കുക. ആ വീഡിയോയിൽ നിന്നായിരിക്കും വിൻസെന്റിനുള്ള ജെറിക്കോ റൗണ്ടിലെ ചോദ്യം വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെൻവരിപ്പുണ്ട്, അത് ഉപയോഗിക്കാം. ജെറിക്കോ റൗണ്ടിലെ വീഡിയോ നമുക്ക് കാണാം. റമ്പാൻ പാട്ടിൽ വിവരിച്ചിരിക്കുന്ന പ്രകാരം കൊടുങ്ങല്ലൂരിലെത്തിയ തോമസ് ലീഹ കുറച്ചുകാലം അവിടെ ചെലവഴിച്ചതിനു ശേഷം ചോളമണ്ഡലത്തിലുള്ള മൈലാപ്പൂരിലേക്ക് യാത്രയായി. മൈലാപ്പൂരിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേരമാൻ പെരുമാളിന്റെ അനന്തരവനായ കേപ്പ അവിടെയെത്തി സ്ലീഹായോട് തിരികെ വരണമെന്നാവശ്യപ്പെട്ടു. കേപ്പയോടൊപ്പം മാലിങ്കരയിലെത്തി അനേകം യഹൂദരെയും ബ്രാഹ്മണരെയും ക്രിസ്തുമതത്തിൽ ചേർക്കുകയും ചെയ്തു. അവരിൽ ഒരാളായ മാളിയേക്കൽ തോമസിന്റെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് റമ്പാൻ പാട്ട് രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. സാക്ഷാൽ ദൈവം മൂവരുവൻ താൻ മാർത്തോമായുടെ സുഹൃതത്താൽ സൂക്ഷ്മമതായി വീഡിയോ ഒക്കെ വളരെ ശ്രദ്ധാപൂർവം കണ്ടില്ലേ? കണ്ടു. ചോദ്യം എന്തായിരിക്കും? എന്തെങ്കിലും ധാരണ? ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലേ? പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ചോദ്യം കണ്ടാലോ? ജെറിക്കോ റൗണ്ടിൽ വിൻസെന്റിന് നൽകുന്ന ചോദ്യം: റംപാൻ പാട്ടിൽ വിവരിച്ചിരിക്കുന്നത് അനുസരിച്ച് തോമസ് ലീഹ കൊടുങ്ങല്ലൂരിൽ നിന്നും എങ്ങോട്ടാണ് യാത്രയായത്? മൈലാപ്പൂർ. മൈലാപ്പൂർ ഉറപ്പാണ്? യെസ്. അങ്ങോട്ടേക്ക് തന്നെയാണോ? സംശയമൊന്നുമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. മൈലാപ്പൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. ചോള മണ്ഡലത്തിലുള്ള മൈലാപ്പൂരിലേക്കാണ് റമ്പാൻ പാട്ടിൽ വിവരിച്ചിരിക്കുന്നത് പ്രകാരം തോമസ് ലീഹ കേരളത്തിലെത്തിയതിനു ശേഷം കൊടുങ്ങല്ലൂരിൽ നിന്നും പോയത്. ഈ റൗണ്ടിൽ ഈ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം ദേ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം വേണ്ടേ? ആ സമ്മാനവും നമുക്കങ്ങ് കൊടുക്കാം. വിൻസെന്റ്, ബാക്കി നിൽക്കുന്നത് ഒരു റൗണ്ടാണ്. നമുക്ക് നോക്കിയാലോ ചോദ്യം? യെസ്. ഇനി ബാക്കി നിൽക്കുന്നത് അഡ്ജൻഡസ് റൗണ്ടാണ്. തോമസ് ലീഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണിത്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. സെൻറ്റ് തോമസ്, മിഷൻ. സെൻറ്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെൻറ്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? സെയിന്റ് തോമസ്. സെയിന്റ് തോമസ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. യെസ്. പുരാതന ദ്രാവിഡ കേരളത്തിലേക്ക് തോമസ് ലീഹായ്ക്ക് തുറവി നൽകിയ മതം ഏത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഹൈന്ദവ മതം, യഹൂദ മതം, ബുദ്ധമതം, ഫരിസേയ മതം. പുരാതന ദ്രാവിഡ കേരളത്തിലേക്ക് തോമസ് ലീഹായ്ക്ക് തുറവി നൽകിയ മതം ഈ 4 ഓപ്ഷനിൽ ഏതാണെന്നാണ് വിൻസെന്റിന് തോന്നുന്നത്? യഹൂദ മതം. ഉറപ്പാണോ? ഉറപ്പാണ്. നിങ്ങൾക്ക് എങ്ങനെയാ? ഉറപ്പാണോ? ഉറപ്പാണ്. ഓഡിയൻസ് ഒക്കെ പറയുന്നത് ഉറപ്പാണെന്ന്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? യെസ്. യഹൂദമതം ഉത്തരം ശരിയാണ്. ഈ
റൗണ്ടിലെ ഒരു ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനി ഒരു ഡയറക്റ്റ് ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യം കൂടി നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ രചയിതാവ് ആര്? അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ രചയിതാവ് ആര്? ലൂക്കാസ് സുവിശേഷകൻ. ലൂക്കാസ് വിശേഷകൻ. ഉറപ്പാണ്? യെസ്. നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കണം ഉറപ്പാണോ എന്ന്. ചോദിക്കാം. അവർ ചോദിച്ചാലും ഉറപ്പ് തന്നെ പറയുമായിരിക്കും അല്ലേ? വിൻസെന്റിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഓഡിയൻസ് ആണ്. ഈ ഉത്തരം ശരിയായിരിക്കുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ രചയിതാവ് ലൂക്കാസ് വിശേഷകനാണോ? കുറച്ചുപേർക്ക് സംശയമുണ്ട്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഉത്തരം ശരിയാണ്. അങ്ങനെ ഈ റൗണ്ടിലെ ഈ 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനവും നേടിയിരിക്കുകയാണ്. അങ്ങനെ 4 റൗണ്ടും കഴിഞ്ഞു. സമ്മാനം വേണ്ടേ? ആ സമ്മാനം നമുക്ക് കൊടുക്കാം. വിൻസെന്റിന്റെ 4 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ജനറൽ ചോദ്യം ബാക്കിയുണ്ട്. അതിനു മുൻപ് നമ്മുടെ ഓഡിയൻസിന് ഒരു ചോദ്യം കൊടുക്കണ്ടേ? അവരാ ചോദ്യം ആവശ്യപ്പെടുന്നുണ്ട്. ആ ചോദ്യം കൊടുത്തേരെ. ചോദ്യം ഇതാണ്: താമരശ്ശേരി മേരി മാതാ പള്ളി ഫൊറോന പള്ളിയായി ഉയർത്തപ്പെട്ടത് എന്ന്. എല്ലാവരും ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിക്കേ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അതെ, എളുപ്പമുള്ള ചോദ്യമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഉത്തരവും കൂടി കൈ പൊക്കിയതാണോ? സംശയമുണ്ടോ? ഇല്ല, കൈ പൊക്കിയതല്ല. ആർക്കും അറിയില്ല. ആർക്കും അറിയാവുന്നേ? സമ്മാനം അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും കേട്ടോ. ഞങ്ങൾ എടുത്തോട്ടെ. അതും സമ്മതിക്കൂല, നിങ്ങളും പറയുകയില്ല. ഇതെന്താ അല്ലേ? അറിയാമോ? ഒരു കാര്യം ചെയ്യാം സിനു, ഈ സമ്മാനം നമുക്ക് എടുത്താലോ? ഇവർക്ക് ആർക്കും ആവശ്യമില്ലെങ്കിൽ ആ സമ്മാനം നമുക്കങ്ങ് വീട്ടിൽ കൊണ്ടുപോവാം. അതെ, ആൻസർ പറഞ്ഞോട്ടെ ഞങ്ങള്. ആൻസർ ഇതാണ്: 2000 ഫെബ്രുവരി 24. കൈയടിക്ക്. എന്താലേ, നമ്മൾ തന്നെ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ തന്നെ ആൻസർ പറയുന്നു, സമ്മാനവും നമ്മൾ തന്നെ കൊണ്ടുപോകുന്നു. അതെ, കൈയടിയും ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നു. എന്നാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട, വിൻസെന്റിന്റെ 7ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? 1, 2, 3, 4 സമ്മാനങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ? പക്ഷേ ഇനി മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും എല്ലാം കിട്ടണമെങ്കിൽ ഈ ഒരു ജനറൽ ചോദ്യത്തിലൂടെ വിൻസെന്റ് ഉത്തരം പറയണം. വിൻസെന്റിനുള്ള ജനറൽ ക്വസ്റ്റ്യൻ ഇതാണ്: താമരശ്ശേരി കത്തീഡ്രൽ ഇടവകയുടെ എത്ര വാർഡുകൾ വേർപെടുത്തിയാണ് ഈങ്ങാപ്പുഴ ഇടവക സ്ഥാപിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. താമരശ്ശേരി കത്തീഡ്രൽ ഇടവകയുടെ എത്ര വാർഡുകൾ വേർപെടുത്തിയാണ് ഈങ്ങാപ്പുഴ ഇടവക സ്ഥാപിച്ചത്? ഓപ്ഷൻസ് ഇല്ല, ശരിക്കും ആലോചിച്ച്. അതിൽ മാത്രം നമ്മുടെ വിൻസെന്റ് ചെറുതായിട്ടൊന്ന് പകച്ചിട്ടുണ്ട്. 2 ആണോ? നമുക്ക് അമ്മയോട് ചോദിക്കണോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഓഡിയൻസിനോട്? ഈ ഉത്തരം കൂടി ശരിയായാൽ നമ്മുടെ വിൻസെന്റിന് മെമന്റോയും കൂടെ വീട്ടിൽ കൊണ്ടുപോകാം. ആർക്കെങ്കിലും സഹായിക്കാനായിട്ടുള്ള നല്ല മനസ്സുണ്ടോ? മനസ്സ് മാത്രം പോരാ, ഉത്തരവും കൂടി വേണം. അങ്ങനെ ആർക്കെങ്കിലും ഒരു ആൻറ്റി കൈപോക്കിയിട്ടുണ്ട്. മുന്നോട്ട് വരാമോ? ഇവിടെ വന്ന് ആ ഉത്തരം ഒന്ന് പറയാമോ? ഇവിടെ വന്ന് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ വിൻസെന്റിന് ആ സമ്മാനം കൊണ്ട് പോകാൻ കേട്ടോ. ഇവിടെ വന്ന് പറയാമോ? ഇവിടെ വന്ന് പറഞ്ഞോ, പേടിക്കണ്ട. ധൈര്യത്തിന് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കാം. വാ, ഓടിപ്പോരെ. പോരെ, നിങ്ങളൊന്ന് കൈയടിച്ചേ, അങ്ങനെയാണ് ചേച്ചി വരും. നാല് വാർഡുകൾ ചേർന്നു. ഓഡിയൻസ് എന്ത് പറയുന്നു? നിങ്ങൾ ഓഡിയൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉത്തരം സ്വീകരിക്കുന്നോ? ആ ഉത്തരം എടുക്കാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 എന്നാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ആണോ നോക്കാം. ഉത്തരം കറക്റ്റ് ആണ്. ഈ ചേച്ചി ആരാ അറിയോ? പരിചയമുണ്ടോ? എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയാ. ആ കണ്ടോ, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ, തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവരെ വരെ ആൻസർ പഠിപ്പിച്ച് വെച്ചേക്കുവാണ്. അയൽക്കാരെ സ്നേഹിക്കണം എന്നുള്ള ആ ഒരു മോട്ടോ ചേച്ചി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. എത്ര കാര്യമായിട്ടാണ് വിൻസെന്റ് വന്ന് ഉത്തരം പറഞ്ഞു കൊടുത്ത സമ്മാനത്തിന് അർഹനാക്കി. ചേച്ചിക്ക് ഇപ്പോൾ ഒരു സന്തോഷമായില്ലേ? ചേച്ചിക്ക് ഒരു കയ്യടി കൂടി കൊടുത്ത് നമുക്ക് ചേച്ചിനെ സീറ്റിലേക്ക് മടക്കാം. അങ്ങനെ 4 റൗണ്ടും ജനറൽ ക്വസ്റ്റിനും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ്
സമ്മാനങ്ങളും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമൻറ്റോയും ഗിഫ്റ്റ് ബാഗുമായിട്ടാണ് വിൻസെൻ്റ് മടങ്ങാൻ പോകുന്നത്. ആ ഗിഫ്റ്റായിട്ട് താഴേക്ക് വരാം. ഈ സമ്മാനങ്ങളൊക്കെ എടുക്കാനായിട്ട് വിൻസെൻറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള നമുക്ക് അമ്മയെയും അതുപോലെ നമ്മുടെ നെയ്ബറായിട്ടുള്ള ചേച്ചീനെയും ചേട്ടനെയും എല്ലാവരെയും വിളിച്ചാലോ? വളരെ സ്നേഹത്തോടെ അവരെയും കൂടെ നമ്മുടെ വിൻസെൻറ്റിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈഡി അവർക്ക് കൂടെ കൊടുത്തേ. നമ്മുടെ ഇന്നത്തെ പാർട്ടിസിപ്പൻ്റായ വിൻസെൻ്റ് വളരെ ആവേശത്തോടുകൂടെ തന്നെയാണ് നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്തത്. 3 പാർട്ടിസിപ്പൻസാണ് ഇനി ബാക്കി നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ഈശോയുടെ സുവിശേഷം ശ്രവിക്കാൻ വന്ന ജനതകൾക്ക് എങ്ങനെ ആഹാരം നൽകുമെന്ന് ശിഷ്യന്മാർ ആകുലപ്പെടുന്ന ഒരു വചനഭാഗമാണിത്. വിശക്കുന്നവർ ഏറെയുണ്ട്, വിശപ്പടക്കാൻ നീയും ഞാനും. കയ്യിലുള്ളത് എന്തുമാകട്ടെ, കരുതലിൻ്റെ കടലിൽ അത് ഒരു തുള്ളി പോലും ആകുകയില്ല. എന്നാൽ ദൈവമായ കർത്താവിന് അത്ഭുതകരമായി അതെടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. വിശപ്പുമായി അലയുന്നവർ ഏറെയുണ്ട്, അവരെല്ലാം ചേർത്തിരുത്താം. ബാക്കിയെല്ലാം ദൈവമായ കർത്താവ് നോക്കിക്കൊള്ളും. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റൈൻമെന്റ്. This is Sinu. This is Likita. Signing off. Thank you.